Why should we do all that? ക്ലബ് ഫിമിലെ ലവ് ബൈറ്റ്സിൽ കൂടെ റീനു ഈ ചോദ്യം എങ്ങനെ ചോദിക്കാതിരിക്കും. ആൺകുട്ടികൾ കുറേ ഡിമാൻഡ്സ് പറഞ്ഞു പെൺകുട്ടികൾ എങ്ങനെ ആയിരിക്കണം എന്നൊക്കെ. പക്ഷെ ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, ഇങ്ങനെ പെൺകുട്ടികൾ എന്തിനാ മാറുന്നേ? അങ്ങനെ മാറാതെ നമ്മളെ ആർക്കും ഇഷ്ടപ്പെടത്തില്ലേ? നമ്മൾ സ്റ്റൈലിഷ് ആയിരിക്കും, നമ്മൾ കുറച്ച് ഇംപേഷ്യൻ്റ് ആയിരിക്കും, നമ്മൾ കുറച്ച് എന്താ പറയുക, എല്ലാവർക്കും അവനവൻ്റെ ഷെയർ ഓഫ് പൊട്ടത്തരങ്ങൾ അല്ലെങ്കിൽ കുറച്ച് സെൽഫിഷ്നെസ് അങ്ങനെ എല്ലാവർക്കും കാണത്തില്ലേ? അപ്പോൾ അതെല്ലാം മാറ്റിയിട്ട് എന്നെ ഇഷ്ടപ്പെടാമെന്ന് പറയുന്നതിന് ഞാൻ എന്തിനാ അങ്ങോട്ട് നിൽക്കുന്നത്? എന്നെ ഞാനായിരിക്കുന്ന രീതിയിൽ വേണം ആക്സെപ്റ്റ് ചെയ്യാൻ. അങ്ങനെ എന്നെ സ്വീകരിക്കുന്ന ആൾ എവിടെയെങ്കിലും ഒരു സ്ഥലത്ത് എനിക്ക് വേണ്ടി ഉണ്ടായിരിക്കും. അങ്ങനെ വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. ഞാനെന്ന് പറയുമ്പോൾ ഞാൻ മൊത്തം പെൺകുട്ടികളെക്കുറിച്ചാണ് സംസാരിക്കുന്നത്. നിങ്ങളുടെ ഡിമാൻഡ്സിനും ഇഷ്ടത്തിനും അനുസരിച്ച് നമ്മളങ്ങനെ ഫുൾ മാറിക്കഴിഞ്ഞാൽ പിന്നെ നമ്മളില്ലാതായില്ലേ? നമുക്കെവിടെയാ ഒരു ഐഡൻറ്റിറ്റി, നമുക്കെവിടെയാ ഒരു എന്താ പറയുക ഞാനെന്ന വിചാരം, ഇതൊക്കെ നമുക്കും ഇല്ലേ? അപ്പോൾ നിങ്ങളുടെ ഡിമാൻഡ്സിനനുസരിച്ച് കംപ്ലീറ്റ് മാറുക എന്ന് പറയുമ്പോൾ ഞാൻ വേറൊരാളാവുക എന്നാണ്. അങ്ങനെ ഞാൻ വേറൊരാളാവാതെ തന്നെ എന്നെ ഇഷ്ടപ്പെടുന്ന ആളുകൾ ഈ ലോകത്തിലുണ്ട് എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. ഞങ്ങൾ പെൺകുട്ടികളെല്ലാവരും എന്ന് പറഞ്ഞുകൊണ്ട് ക്ലബ് ഫിമിലെ ലവ് ബൈറ്റ്സിൽ നമ്മൾ അടുത്ത പാട്ടിലേക്ക് പോവാം. സ്റ്റേ ട്യൂൺഡ്. പേഷ്യൻസ് പെൺകുട്ടികൾക്ക് മാത്രമല്ല ആൺകുട്ടികൾക്കും ആവാം എന്ന ക്ലബ് ഫിമിലെ ലവ് ബൈറ്റ്സിലേക്ക് അനീന റീനു അയച്ചു തന്നിട്ടുണ്ട്. വേറെ ഒന്നുമില്ല, കുറേ ഡിമാൻഡ്സ് ആൺകുട്ടികൾ പറഞ്ഞിരുന്നില്ല, അതിൻ്റെ ഉത്തരമാണ്. പിന്നെ എപ്പോഴും പുഞ്ചിരിയോട് കൂടി ഇരിക്കണം എന്നാണ് എല്ലാവരും ആഗ്രഹിക്കുന്നത്. പക്ഷേ പലപ്പോഴും ഗജപോക്കരികളായ ആൺകുട്ടികളുടെ സ്വഭാവങ്ങൾ കൊണ്ടാണ് നമ്മളൊന്നും പുഞ്ചിരിക്കാത്തതും ചൂടാവുന്നതും എന്ന് ഷെറിൻ പറഞ്ഞിരിക്കുന്നു. അതുപോലെ തന്നെ അഫെക്ഷൻ ആൻഡ് അറ്റൻഷനൊക്കെ ഒരുപാട് പേരും ആഗ്രഹിക്കുന്നതാണ്. വേണ്ട, എല്ലാവരും ആഗ്രഹിക്കുന്നതാണ്. ഇത് പെൺകുട്ടികൾക്കും കിട്ടണമെന്നാണ് ആഗ്രഹം. അല്ലാതെ മുഴുവൻ നേരം ആൺകുട്ടികൾക്ക് അഫെക്ഷനും അറ്റൻഷനും കൊടുത്തുകൊണ്ടിരിക്കുമ്പോൾ നമുക്കിതൊക്കെ ആരാ തരിക? അവർ വേണ്ടി നമുക്കും തരാനായിട്ട്. ഡിമാൻഡ്സ് അവർക്ക് മാത്രമല്ല നമുക്കുണ്ടെന്നൊരു മെസ്സേജ്. ഈശ്വര, അഗ്രസീവ് ആയിക്കൊണ്ടിരിക്കുകയാണല്ലോ. പിന്നെ സ്മാർട്ടായിട്ടുള്ള വളരെ സ്റ്റൈലിഷ് ആയിട്ടുള്ള കുട്ടികളല്ല, ഒതുങ്ങി നോർമലായിട്ടുള്ള കുട്ടികളാണ് വേണ്ടതെന്ന് പറയുന്ന ആൺകുട്ടികളോട് നീത്ത പറഞ്ഞിരിക്കുന്നത് ഈ പൂച്ച പോലെ അഭിനയിക്കാനൊക്കെ എല്ലാവർക്കും പറ്റും, പക്ഷെ അങ്ങനെയൊന്നുമല്ല റിയൽ ലൈഫിൽ ആളുകൾ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇതുപോലെ നിങ്ങൾക്ക് ഇനി എന്തെങ്കിലും കൂടുതൽ പറയാനുണ്ടോ? വേണ്ട, ആൺകുട്ടികൾക്ക് എന്തെങ്കിലും പറയാനുണ്ടോ? എന്നാൽ നമ്പർ 567678 ഫോമാറ്റ് ലവ് FM സ്പേസ് LB സ്പേസ് നിങ്ങളുടെ മെസ്സേജ്. ഇത് ലവ് ബൈറ്റ്സ് വിത്ത് റീനു. ക്ലബ് ഫിമിൽ മാത്രം ടൺ കണക്കിന് റൊമാൻസ്. Why should we do all that? ക്ലബ് ഫിമിലെ ലവ് ബൈറ്റ്സിൽ കൂടെ റീനു ഈ ചോദ്യം എങ്ങനെ ചോദിക്കാതിരിക്കും. ആൺകുട്ടികൾ കുറേ ഡിമാൻഡ്സ് പറഞ്ഞു പെൺകുട്ടികൾ എങ്ങനെ ആയിരിക്കണം എന്നൊക്കെ. പക്ഷെ ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, ഇങ്ങനെ പെൺകുട്ടികൾ എന്തിനാ മാറുന്നേ? അങ്ങനെ മാറാതെ നമ്മളെ ആർക്കും ഇഷ്ടപ്പെടത്തില്ലേ? നമ്മൾ സ്റ്റൈലിഷ് ആയിരിക്കും, നമ്മൾ കുറച്ച് ഇംപേഷ്യൻ്റ് ആയിരിക്കും, നമ്മൾ കുറച്ച് എന്താ പറയുക, എല്ലാവർക്കും അവനവൻ്റെ ഷെയർ ഓഫ് പൊട്ടത്തരങ്ങൾ അല്ലെങ്കിൽ കുറച്ച് സെൽഫിഷ്നെസ് അങ്ങനെ എല്ലാവർക്കും കാണത്തില്ലേ? അപ്പോൾ അതെല്ലാം മാറ്റിയിട്ട് എന്നെ ഇഷ്ടപ്പെടാമെന്ന് പറയുന്നതിന് ഞാൻ എന്തിനാ അങ്ങോട്ട് നിൽക്കുന്നത്? എന്നെ ഞാനായിരിക്കുന്ന രീതിയിൽ വേണം ആക്സെപ്റ്റ് ചെയ്യാൻ. അങ്ങനെ എന്നെ സ്വീകരിക്കുന്ന ആൾ എവിടെയെങ്കിലും ഒരു സ്ഥലത്ത് എനിക്ക് വേണ്ടി ഉണ്ടായിരിക്കും. അങ്ങനെ വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. ഞാനെന്ന് പറയുമ്പോൾ ഞാൻ മൊത്തം പെൺകുട്ടികളെക്കുറിച്ചാണ് സംസാരിക്കുന്നത്. നിങ്ങളുടെ ഡിമാൻഡ്സിനും ഇഷ്ടത്തിനും അനുസരിച്ച് നമ്മളങ്ങനെ ഫുൾ മാറിക്കഴിഞ്ഞാൽ പിന്നെ നമ്മളില്ലാതായില്ലേ? നമുക്കെവിടെയാ ഒരു ഐഡൻറ്റിറ്റി, നമുക്കെവിടെയാ ഒരു എന്താ പറയുക ഞാനെന്ന വിചാരം, ഇതൊക്കെ നമുക്കും ഇല്ലേ? അപ്പോൾ നിങ്ങളുടെ ഡിമാൻഡ്സിനനുസരിച്ച് കംപ്ലീറ്റ് മാറുക എന്ന് പറയുമ്പോൾ ഞാൻ വേറൊരാളാവുക എന്നാണ്. അങ്ങനെ ഞാൻ വേറൊരാളാവാതെ തന്നെ എന്നെ ഇഷ്ടപ്പെടുന്ന ആളുകൾ ഈ ലോകത്തിലുണ്ട് എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. ഞങ്ങൾ പെൺകുട്ടികളെല്ലാവരും എന്ന് പറഞ്ഞുകൊണ്ട് ക്ലബ് ഫിമിലെ ലവ് ബൈറ്റ്സിൽ നമ്മൾ അടുത്ത പാട്ടിലേക്ക് പോവാം. സ്റ്റേ ട്യൂൺഡ്. ക്ലബ് ഫിമിൽ ഇത് ലവ് ബൈറ്റ്സ് കൂടെ റീനു. ലവ് ഇസ് പേഷ്യൻ്റ്, ലവ് ഇസ് കൈൻഡ്, ഇറ്റ് ഡസ് നോട്ട് envy, it does not boast, it is not proud, it is not rude, it is not self-seeking, it is not easily angered, it keeps no record of wrongs. Love does not delight in evil, but rejoices with the truth. It always protects, always trusts, always hopes, always perseveres. Love never fails. പ്രണയം ഒരിക്കലും പരാജയപ്പെടില്ലെന്ന്. അത് പേഷ്യൻ്റാണ്, കൈൻഡാണ്. അങ്ങനെ പ്രണയത്തിൻ്റെ ഒരുപാട് ഫീച്ചേഴ്സ്, ഫാക്ടേഴ്സ് അല്ലേ? ഇങ്ങനെയൊക്കെ ആയിരിക്കണം പ്രണയം എന്നാ. പക്ഷെ എനിക്ക് അറിയില്ല നമ്മുടെയൊക്കെ പ്രണയം ഇത്രയും പ്യുവറാണോ, ഈ പറയുന്ന പോലെയൊക്കെ നമ്മളാണോ എന്ന്. പക്ഷെ ഒന്ന് ഉറപ്പിച്ച് പറയാം, പ്രണയം ഒരിക്കലും പരാജയപ്പെടില്ല. അങ്ങനെ പ്രണയത്തെ സ്നേഹിക്കുന്ന, പ്രണയത്തെ അറിയുന്ന എല്ലാവരോടും ഒരു ഗുഡ് നൈറ്റ് പറഞ്ഞുകൊണ്ട് റീനു ഇസ് സൈനിങ് ഓഫ് ഫ്രം ക്ലബ് FM's ലവ് ബൈറ്റ്സ്. സ്റ്റേ ട്യൂൺഡ്, കാരണം ഇവിടെ മാത്രം ടൺ കണക്കിന് റൊമാൻസ്.